ഹായ് ഹലോ, വീണ്ടും ഒരു ഞായറാഴ്ച എത്തിയിരിക്കുകയാണ്. ഹാപ്പി സൺഡേ എല്ലാവർക്കും. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഏകദേശം 8 മണി ആവാറായപ്പോഴാണ് ഞങ്ങളൊക്കെ എഴുന്നേറ്റത്. ആദ്യം തന്നെ വാഷിംഗ് മെഷീനിൽ ഇടേണ്ട തുണികളൊക്കെ എടുത്ത് അതിലിട്ടതിന് ശേഷമാണ് ഞാൻ കിച്ചണിലോട്ട് കയറിയത്. ഇന്ന് പിന്നെ എല്ലാം അങ്ങ് പതുക്കെ ആയിരിക്കും കേട്ടോ, താങ്ങി തൂങ്ങി നിൽക്കും, എങ്ങും പോകണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചയായാലും എൻ്റെ പണിയൊന്നും കഴിയത്തില്ല. ആസ് യൂഷ്വൽ ഫസ്റ്റ് നമ്മൾ അരി കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഇവിടെ ഇപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ വിഷ്ണു തലേ ദിവസം മീൻ മേടിച്ചിട്ട് വരാറുണ്ട്. അതെന്തായാലും എനിക്ക് എളുപ്പമായി. ഇതിപ്പോൾ തലേന്ന് കൊണ്ടുവന്ന മീൻ ഫ്രീസറിൽ വെച്ചിരുന്നു, അത് ഇന്നാണ് വൃത്തിയാക്കി എടുക്കുന്നത്. അടുത്തതൊരു ടീ ബ്രേക്ക് ആയാലോ. ഇവിടെ ടീ എനിക്കും കല്യാണിക്കും നിർബന്ധമല്ല, പക്ഷെ അമ്മയ്ക്കും വിഷ്ണുവിനും വേണം. ഇന്ന് എന്തായാലും സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് 4 പേർക്കും ചായ ഇട്ടു. സാധാരണ ദിവസങ്ങളിൽ ഓട്ടപ്പാച്ചിലിൽ ഇതുപോലൊന്ന് റിലാക്സ് ചെയ്ത് ചായ കുടിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ സൺഡേ ഒരുപാട് സമയം എടുത്താണ് ഞാൻ ആ ചായ കുടിക്കുന്നത്. ഇനി കുറച്ച് തുണി അലക്കിയാലോ. ഞാൻ എല്ലാ തുണികളും വാഷിംഗ് മെഷീനിൽ ഇടാറില്ല കേട്ടോ, പ്രത്യേകിച്ച് കല്യാണിയുടേതും എൻ്റെതും. പുറത്തിടുന്ന നല്ല ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് അത് പെട്ടെന്ന് കേടായി പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ തുണി കഴുകാൻ ഇറങ്ങിയപ്പോൾ കല്യാണിയും വിഷ്ണു അമ്മ എല്ലാവരും പുറത്ത് വന്നിരിപ്പുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഭാഗമൊക്കെ കിളച്ച് വൃത്തിയാക്കിയെന്ന്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, മഞ്ഞളിലെ മണ്ണും കട്ടയൊക്കെ കളഞ്ഞ് വിഷ്ണു അവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പുറം തുണി എഴുതുന്നു. കല്യാണിക്ക് ഇതുപോലെ നമ്മൾ പുറത്തിറങ്ങി നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പതേ കണ്ടോ, ഇത്രയും മഞ്ഞളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നേരെ അടുക്കളയിലോട്ട് പോയാലോ. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും മുട്ടക്കറിയും. മുട്ടക്കറി ഇവിടെ ആഴ്ചയിൽ 2-3 ദിവസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചപ്പാത്തി ചൂടാക്കി മുട്ടക്കറിയൊക്കെ ഒരു സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കും വിഷ്ണുവിനും ചപ്പാത്തിയിൽ നെയ്യൊന്നും തേക്കുന്നതിനോട് താല്പര്യമില്ല. പക്ഷേ എനിക്കും കല്യാണിക്കും നെയ്യ് ഉണ്ടെങ്കിലേ ചപ്പാത്തി അങ്ങോട്ട് പോവുള്ളൂ. അപ്പം നമുക്കുള്ള ചപ്പാത്തിയിൽ നെയ്യൊക്കെ തേച്ചു അതുണ്ടാക്കി. അച്ഛനും മോളും അവിടെ മാങ്ങയൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ, കാര്യം നമുക്ക് ഇന്ന് മീൻ കറിയിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, ചപ്പാത്തി കഴിച്ചാലോ. ചപ്പാത്തി മുട്ടക്കറിയൊക്കെ എടുത്ത് ഒരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത്രയൊക്കെയല്ലേ ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.